CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കൈരളി ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ കണ്ണൂരിൽ നിന്ന് ഒരാളല്ല, പി വി കുട്ടൻ മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. കാവുമ്പായിൽ നിന്നുള്ള സന്തോഷാണ് ഇന്ന് കൊടിമര ജാഥയും പതാക ജാഥയുടെ ഒക്കെ ഒപ്പം ഏറെ നേരം ഉണ്ടായിരുന്നു. കൊല്ലത്തെ ജനങ്ങളുമായിട്ട് ഒരുപാട് നേരം സന്തോഷ് സംസാരിച്ചിരുന്നു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? തീർച്ചയായും സംസ്ഥാന സമ്മേളനം കൊല്ലത്തെത്തിയതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജമാണ് എല്ലാവർക്കും. പ്രായവ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരുടെ ഇടയിലായാലും സ്ത്രീകളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും മുതിർന്നവരിലും ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. നിരവധി കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെയൊക്കെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും കൊല്ലത്തേക്ക് സമ്മേളനം എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമായിരുന്നു എല്ലാവരോടും സംസാരിച്ച മുഴുവൻ ആളുകളോടും നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ കൊടിമര ദീപശിഖ പതാക ജാഥകൾ ഒരുമിച്ച് ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ജനപങ്കാളിത്തമാണ്. വലിയ ആവേശത്തിലാണ് ഈ ജനങ്ങൾ ഈ സമ്മേളനത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കൊല്ലത്ത് നിന്നും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊന്ന് കണ്ണൂർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഘടകമാണ്, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഘടകമാണ്. അതോടൊപ്പം കൊല്ലത്ത് വരുമ്പോഴുള്ള പ്രത്യേകത, കൊല്ലത്ത് തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അതിലൂടെ വലിയ കരുത്താർജിച്ച ഒരു ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണെങ്കിൽ പ്രത്യേകിച്ചും കർഷക പോരാട്ടങ്ങളിലൂടെ പാർട്ടി ശക്തിപ്പെട്ട ഒരു സ്ഥലമാണ്. എന്തായാലും കൊല്ലത്തെത്തുമ്പോൾ സമ്മേളനം എത്തുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജവും ആവേശവും പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, അടിസ്ഥാന വർഗം അവരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് CPIM എന്നുള്ള പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പാർട്ടി എന്ന് പറയുന്നത് അവർ ജീവശ്വാസം പോലെ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകർ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാർട്ടിക്ക് ഒരു പോറലേൽക്കുന്ന സമയത്ത്, പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണം ഉണ്ടാകുന്ന സമയത്ത് ആ സാധാരണ ജനവിഭാഗങ്ങളാണ് എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ളത്. അത് കൊല്ലത്തിൻ്റെ ഇന്ന് ഈ സമ്മേളനം കൊല്ലത്ത് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ആ സമ്മേളനത്തിന് ചെമ്പതാക ഉയർന്നപ്പോൾ, ആ സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗറിൽ ചെമ്പതാക ഉയർന്നപ്പോൾ അവരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അതോടൊപ്പം തന്നെ അവരുടെ ആ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തം, അതെല്ലാം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമ്മേളനം എന്ന് പറയുന്നത്, ഈ CPIM സമ്മേളനം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല അതിൻ്റെ ശക്തി മാത്രമല്ല ശക്തി ദൗർബല്യങ്ങളും പോരായ്മകളും എല്ലാം വിലയിരുത്തി വളരെ കൃത്യമായി നയരൂപീകരണം നടത്തുന്നതാണ്. അത് അങ്ങനെ നടത്തുന്നു എന്നുള്ളത് ഈ താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാം, പാർട്ടി അംഗങ്ങൾക്കറിയാം, അതിന് താഴെയുള്ള അനുഭാവികൾക്കറിയാം. കാരണം അവരിലൂടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ്, ലോക്കൽ സമ്മേളനം കഴിഞ്ഞ്, അത് ഏരിയ സമ്മേളനം കഴിഞ്ഞ്, ജില്ലാ സമ്മേളനവും കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഈ പാർട്ടിയുടെ സമ്മേളനം എന്ന് പറയുന്നത് നാളെയുള്ള അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നതും അല്ലെങ്കിൽ ആ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുമായിട്ടുള്ള സമ്മേളനമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യാശ, അവരുടെ പ്രതീക്ഷ ആ ഒരു ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ വിപ്ലവാവേശം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കൊല്ലം സമ്മേളനം എന്ന് പറയുന്നത് CPIM-ന്റെ ചരിത്രത്തിലെ, ഇതുവരെയുള്ള സമ്മേളന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായി, എഴുതപ്പെട്ട അധ്യായമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഈ ആദ്യ ദിനം കൊല്ലത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളതാണ്. ഷമി, തീർച്ചയായിട്ടും ഇന്ന് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രസംഗിച്ച ഒരു കാര്യം, 1995-ൽ CPIM-ന്റെ സമ്മേളനം കൊല്ലത്ത് നടന്നിരുന്നു. 96-ൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നു. 2005-ൽ കൊല്ലത്ത് സമ്മേളനം നടക്കുന്നു. 2026-ൽ സ്വാഭാവികമായും കേരളത്തിൽ ഇടതുപക്ഷൂം അധികാരത്തിൽ വരും എന്നാണ് MA ബേബി സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ സന്തോഷ് പറഞ്ഞൊരു കാര്യം, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഘടകം കണ്ണൂരാണ് എന്നുള്ളതാണ്. ഇന്നലെ MB ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടന്നപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷ മനസ്സുള്ള ജില്ല ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പം മാധ്യമപ്രവർത്തകർ പല ജില്ലകൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷ മനസ്സുള്ള ജില്ല കൊല്ലം ജില്ലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ കൊല്ലത്തിൻ്റെ മണ്ണിൽ വിപ്ലവകരമായ ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് തിരി തെളിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ CPIM-ന്റെ കേന്ദ്ര കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.